നിലമ്പൂരിലെ കൊട്ടിക്കലാശം അത് ആവേശോജ്വലമായിട്ടുള്ള ഒരു പര്യവസാനത്തിലേക്ക് എത്തേണ്ട സമയമാകുന്നു. 3 മണി. അല്പസമയത്തിനകം 3 സ്ഥാനാർത്ഥികളും ഈ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF-ന്റെ, UDF-ന്റെ, NDA-യുടെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവിടെ എത്തും. 3 മുന്നണിയിലെ പ്രവർത്തകർ ഇതിനോടകം തന്നെ അവിടെ ആവേശത്തിന്റെ വലിയൊരു പെരുമ്പറ തീർത്തുകയാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആരവം അത് 10 മടങ്ങ് ഉയരുന്നു. കൊട്ടിക്കലാശത്തോടുകൂടി ഇനി ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഈ കൊട്ടിക്കലാശം 6 മണിക്ക് പൂർത്തിയാവുന്നതോടുകൂടി ഇനി ഉദ്വേഗം നിറയും. PV അൻവർ സ്വന്തമാക്കിയ വോട്ടുകൾ എത്രേ, അദ്ദേഹത്തിന്റെ കത്രികപ്പൂട്ട് എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തും മണ്ഡലത്തിൽ, നിരവധി ചോദ്യങ്ങൾ, നിരവധി ഉത്തരങ്ങൾ, ഇതിനൊക്കെ സമയമാണ് ഇനി നിലമ്പൂരിലേത്. മറ്റു മുന്നണികളൊക്കെ പറയുന്നത് പോലെ LDF-ന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഇത് 3ാം ഊഴത്തിലേക്ക് എത്തുക അസാധ്യമാകും എന്ന് കൃത്യമായി കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുമെന്നാണ് UDF കഴിഞ്ഞ ദിവസം പറഞ്ഞത്. LDF ആവട്ടെ ഇതൊരു സെമി ഫൈനലാണ്. ഇനി മുന്നിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് 3ാം പിണറായി സർക്കാരിന്റെ നാന്ദിയായി നിലമ്പൂരിലെ ജയം വരും എന്ന് ആണയിട്ട് പറയുന്നു. NDA-ക്ക് എത്രത്തോളം വോട്ട് ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ പ്രത്യേക പരിപാടികളില്ല എങ്കിൽ പോലും അദ്ദേഹം മണ്ഡലത്തിൽ ചെലുത്തുന്ന സ്വാധീനം, PV അൻവറിന്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ, കഴിഞ്ഞ തവണ ജയിച്ച 2 ടേമിൽ ജയിച്ച PV അൻവറിന് എത്രത്തോളം വോട്ടുകൾ ഇത്തവണ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളത് നിർണായകമായി മാറാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യം ഒക്കെ കണക്കിലെടുത്തായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനങ്ങളൊക്കെ കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത്. നിലമ്പൂരിലെ ആവേശ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും പ്രവർത്തകർ നേരത്തെ തന്നെ എത്തി. വലിയ ശബ്ദ കോലാഹലങ്ങൾ, ശബ്ദ പ്രകടനങ്ങൾ, അവിടെ ബാൻഡുണ്ട്, അവിടെ ചെണ്ടമേളമുണ്ട്, മോഡേൺ DJ ഉണ്ട്, എല്ലാം ചേർത്ത് ആഘോഷമാക്കുകയാണ് ഈ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലും ആരോപണങ്ങളിലും പ്രത്യാരോപണങ്ങളിലും കൊട്ടിക്കലാശം പോലെ തന്നെ മുന്നേറ്റം തന്നെയായിരുന്നു. ഇതിനൊക്കെ ഏറ്റവും അവസാനം എന്ത് ഫലമുണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. വർണ്ണാഭമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശം തന്നെ നിലമ്പൂരിൽ കാണുന്നു. പ്രേക്ഷകർ കാണാം സ്ക്രീനിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ അവിടെ കൊട്ടിക്കലാശത്തിൽ ആവേശോജ്വലമായിട്ടുള്ള ഒരു കാഴ്ചയൊരുക്കുന്നു. നിലമ്പൂർ ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായി ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.
വീറും വാശിയും നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ പര്യവസാനത്തിലേക്കാണ് എത്തുന്നത്. ഈ സ്ഥാനാർത്ഥികൾ കൂടി എത്തുന്നതോടുകൂടി ആ നിലമ്പൂരിലെ ആ കുട്ടിക്കലാശവേദി അത് 10 മടങ്ങ് ആരവത്തിലേക്ക്, ആവേശത്തിലേക്ക്, ശബ്ദത്തിലേക്ക് ഒക്കെ മാറും. പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ആരവം കൊണ്ട് നിറയും നിലമ്പൂരിലെ ആ സങ്കേതം. കുട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ അത് ആവേശകരമാണ്. പ്രവർത്തകരുടെ ആവേശം അത് മനോഹരമാണ്. ഏവരും പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കുന്നു. 3 മുന്നണികൾക്കും ആവേശത്തോടുകൂടി തന്നെ കുട്ടിക്കലാശത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. അങ്ങനെ നിലമ്പൂരിലെ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച, അതായത് നാളെ, ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെ വോട്ടഭ്യർത്ഥനയുടെ സമയമാണ്. ഇന്ന് 6 മണിവരെ മാത്രം ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതോടുകൂടി നിശബ്ദ പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. പുതിയ MLA തീരുമാനിക്കാൻ ആരായിരിക്കും നിലമ്പൂരിന്റെ പുതിയ പ്രതിനിധി എന്ന് വ്യക്തമാക്കും നിലമ്പൂരിലെ ജനങ്ങൾ വ്യാഴാഴ്ച ദിവസം. അതിനു മുമ്പുള്ള ഏറ്റവും ഒടുവിലത്തെ ആഘോഷ നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഏതാണ്ട് 3 മണിക്കൂർ, 2.5 മണിക്കൂറിലേറെ സമയം നിലമ്പൂർ പ്രകമ്പനം കൊള്ളും. അതിൽ LDF എന്നോ UDF എന്നോ NDA എന്നോ വ്യത്യാസമില്ലാതെ 3 മുന്നണികളുടെയും പ്രവർത്തകർ ഏറ്റവും പരമാവധി ഗംഭീരമാക്കാനുള്ള ശ്രമത്തിലാണ്. ഏവരും ഒപ്പത്തിനൊപ്പം കൊമ്പ് കോർക്കുന്ന തരത്തിലേക്ക് ഈ കുട്ടിക്കലാശത്തിന്റെ ആവേശം എത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.